അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി വജഖല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിൻ നാസു ബിൽ ഹജജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ ഖൗലൈനി വസ്സുറുജി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്തും മവദ്ദത്തും ഇഷ്കും പ്രകടമാക്കാൻ MTS ദർസ് സംഘടിപ്പിച്ച മീലാദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് അറിവിന്റെ വെള്ളിവെളിച്ചം പകർത്തി തന്ന ആജ്ഞ വഴിയിലൂടെ നമ്മെ നയിക്കുന്ന ഉസ്താദ് അവർകളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1500 വർഷങ്ങൾക്ക് മുമ്പ്, ആ പുണ്യജന്മം സംഭവിക്കുന്നതിന് മുമ്പ്, അറബികൾക്കിടയിൽ 17ഓളം പേർ മുഹമ്മദ് എന്ന പേരുള്ളവരുണ്ടായിരുന്നു. മുൻവേദികളിൽ മുഹമ്മദ് എന്ന പേരിൽ ആദ്യ പ്രവാചകന് വരുന്നെന്ന് മനസ്സിലാക്കിയവരായിരുന്നു അവർ. അബ്ദുള്ളയുടെയും ആമിന ബീവിയുടെയും മകനായി ജന്മം കൊണ്ട മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരിടാൻ ഗർഭസ്ഥകാലം ഓരോ മാസവും ആമിന ബീവിയോട് മനാമിലൂടെ വന്ന് ഈ സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. ഷർഫുൽ അനാം ഓതിൽ വിവരിക്കുന്നു, വകുല്ല വാഹിദൻ യഖൂലു ലഹാ ഫീ നൗമിഹാ. ഓരോ നബിമാരും സ്വപ്നത്തിലൂടെ ആമിന ബീവിയോട് പറഞ്ഞു, യാ ആമിന ഇദാ ളാഅത്തി ശംസി വൽ ഫലായി വൽ ഹുദാ ഫസമ്മി മുഹമ്മദ. ഓ ആമിന ബീവി, അവിജയം സൂര്യനാഗതമായാൽ സർവ്വ സ്തുതിക്കപ്പെടുന്നവനെന്ന് അർത്ഥം വരുന്ന മുഹമ്മദ് എന്ന പേരിടണം. ആധുനിക പുത്തൻവാദികൾ ഇത്തരം മീലാദ് മജീസിനോട് മുഖം തിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുഹമ്മദ് എന്ന പേര് മാത്രം മതി. ഈ നബി പരിപാടിക്ക് തെളിവ് സൂറത്ത് ശറഹിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറഫഅനാ ലക ദിക്റക. അങ്ങയെ കുറിച്ച് മദ്ഹ് പറയൽ ഞാൻ ഈ ആലമിൽ ഉയർത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ അഷ്ടദിക്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത സ്ഥലങ്ങളുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ലമ്മാ നഫഅല്ലാഹു ഫി ആദം റൂഹി. ആദം നബി അലൈഹിസ്സലാം അല്ലാഹു റൂഹ് ഊതിയപ്പോൾ ഇന്ദകല നൂറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ജബഹതി ഫളാ. ആദം നബിയുടെ നെറ്റിയിലേക്ക് ആ പ്രകാശം നീങ്ങുകയും അത് വെട്ടിത്തിളങ്ങുകയും ചെയ്തു. വലം യദാലിക ശൈത്താൻ, അത് പിശാചിന് കാണാൻ സാധിച്ചില്ല. ലൗ അബ്സറ ശൈത്താൻ തൽഹതൻ നൂരി ഫി വജ്ഹി ആദമ കാന അവ്വലം മൻ സജദ്. മുഹമ്മദീയ പ്രകാശം ആദമിന്റെ നെറ്റിയിലേക്ക് നീങ്ങുന്നത് പിശാച് കണ്ടിരുന്നെങ്കിൽ ആദ്യം സുജൂദ് ചെയ്യുന്നവനായിരുന്നു. ഇത്തരം മീലാദ് ഗീതങ്ങൾ ഷരീഫിലൂടെ പാടി പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്നേഹപ്രകടനമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ഇവരെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുമാട്ടെ. നമ്മൾ ഈ ഖബറിന്റെ ചുറ്റോറും ഈ പള്ളിയുടെ ചുറ്റോറും കിടക്കുന്ന 6 അടി മണ്ണിലെ ഖബർ ആൾക്കാർ അവർക്ക് സ്വർഗ സ്വകാരമായി കൊടുക്കണ റബ്ബേ. അള്ളാഹുവേ, ഞാൻ ഈ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണ റബ്ബേ. അസ്സലാമു അലൈക്കും.